ഒക്കെ പുള്ളിക്കാരൻ പറയാറുണ്ട്. ഒരു ഫസ്റ്റ് ഇയറിൽ കുറെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ തേർഡ് ഇയർ എത്തിയപ്പോഴും പുള്ളിക്കാരൻ ഒരു എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ മെഡിക്കൽ കോളേജ് എല്ലാവരും സംഭവം പറഞ്ഞല്ലോ. നിതിൻ രാജ് എന്ന് പറയുന്ന പയ്യൻ സ്വയം തീർന്നതല്ല, അവനെ തീർത്തതാ. എന്നിട്ട് ഇപ്പൊ ഈ കള്ള കടയാടി മക്കളെല്ലാം കൂടി അവൻ ലോൺ ആപ്പ് ഉണ്ടാക്കി അതിന്റെ സങ്കടത്തിലാണ് അവൻ പോയി തീർന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ കണ്ട കടയാടി മക്കളെല്ലാം കൂടി അത് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. സീരിയസ്ലി പറയല്ലോ, നായി പട്ടി പുന്നാര മക്കളെന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് അറിയത്തില്ല അതിന്റെ അപ്പുറം എന്ത് പറയണമെന്ന്. പച്ച തെറിയാണ് എന്റെ വായിൽ വരുന്നത്. ഇതെല്ലാം കൂടി ഇപ്പൊ വരുത്തി തീർക്കണം. അവൻ ലോൺ ആപ്പ് എടുത്ത് അതിൽ നിന്ന് ലോൺ എടുത്തത് കൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തതെന്നുള്ള രീതിയിൽ. എന്റെ പുന്നാര മക്കളെ എന്ന് തന്നെ എനിക്ക് വിളിക്കാൻ തോന്നുന്നു. അതിന്റെ റീസൺ വേറൊന്നുമില്ല. ജാതി അധിക്ഷേപം, നിറത്തിന്റെ പേര് അധിക്ഷേപം, പെൺകുട്ടികളെ ഈ പറയുന്ന റാം എന്ന് പറയുന്ന നാറി അധ്യാപനമൊന്നുമില്ല. അവൻ പെൺപിള്ളാരാ അവൻ നേരിട്ട് അടിക്കില്ല, വേറെയുള്ള പയ്യന്മാരെ കൊണ്ട് അടുപ്പിക്കും. ഇത്തരം ചറ്റ പരിപാടികൾ അവിടെ നടന്നിട്ട്, ഇത്രയും കഴുപ്പണം കെട്ട പരിപാടി അവിടെ നടന്നിട്ട് ഇപ്പൊ ഇവര് നൈസായിട്ട് വരുത്തി തീർക്കുന്നത് അവൻ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തിട്ട് അവൻ തീർന്നതാണെന്ന്. ഇവിടുത്തെ ഗവൺമെന്റിന് ഈ ലോൺ ആപ്പ് നിരോധിക്കാൻ പറ്റുമോ? കുറെ ആപ്പുകൾ ഉണ്ടല്ലോ. ഈ ബെറ്റിംഗ് ഗാംബ്ലിംഗ് ഒക്കെ എടുത്ത് കളഞ്ഞ പോലെ ലോൺ ആപ്പും കോപ്പും ഒക്കെ എടുത്ത് കളയണം. പിന്നെ ഈ ലോൺ ആപ്പിന്റെ റീസണിലാണ് അവൻ തീർന്നതെന്ന് പറഞ്ഞ് നീയൊക്കെ കൂടി എല്ലാം കൂടിയൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. എന്റെ പുന്നാര മക്കളെ, ഒന്നും പറയാനില്ല. എന്തായാലും ഈ പറയുന്ന റാമിനും റൂമിനും ഒക്കെ അണ്ണാക്കിലടിച്ച് കിട്ടുന്നുണ്ട്. അവിടുത്തെ പിള്ളേർ തന്നെ പ്രതികരിക്കുന്നുണ്ട്. ഇന്നലെ ഞാനൊരു വോയിസ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ അമ്മയാണ് പ്രതികരിക്കുന്നത്. ആ കുട്ടിയുടെ അമ്മ പ്രതികരിക്കുന്ന ഒരു വോയിസിൽ വ്യക്തമായിട്ട് അവിടെ നടക്കുന്ന എല്ലാ പേക്കൂത്തുകളെ പറ്റിയിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്റെ പ്രീവിയസ് വീഡിയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചെക്ക് ചെയ്ത് നോക്ക്. സീരിയസ്ലി അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരം നാറിയ പരിപാടികളാണ് അവിടെ നടന്നിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് കൊടുക്കുക, മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കണം. കാരണം ഇവിടെ ലോൺ ആപ്പിന്റെ പേരിൽ ഈ പയ്യന്റെ കേസിനെ കുഴിച്ചു മൂടാൻ ശ്രമിക്കുകയാണ്. എന്തർത്ഥത്തിൽ, ഏതർത്ഥത്തില്? അവിടെ നാറിയ പരിപാടികളാണ് നടക്കുന്നത്. ഓക്കെ, ലോൺ ആപ്പിന്റെ വിഷയം കാണും. അതിന്റെ പേരിലും അവൻ പരിഹാസങ്ങളും കളിയാക്കലും കൂത്തുവാക്കുകളും കേട്ട് ആ ലോൺ ആപ്പിന്റെ പേരിലും അവൻ മാനസികമായിട്ട് തളർന്നിരിക്കുന്നുണ്ടായിരിക്കാം മേ ബി. അതിന് പുറമെ ഇവന്റെയൊക്കെ നിറത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേരിലുള്ള അധിക്ഷേപവും കളിയാക്കലും പുച്ഛവും പരിഹാസങ്ങളും എല്ലാം കൂടി കേട്ട് മനോനില തെറ്റിയിട്ടാണ് ആ പയ്യൻ തീർന്നത്. അവൻ തീർന്നതല്ല, അവനെ എല്ലാവരും കൂടി തീർത്തതാണ്. അവിടെയുള്ള അധ്യാപകരെന്ന് പറയുന്ന ചറ്റകളടക്കം ചേർന്ന് തീർത്തതെന്നേ ഞാൻ പറയത്തുള്ളൂ. എല്ലാ അധ്യാപകരെയും പറയുന്നില്ല കേട്ടാ. അധ്യാപകന്മാരെന്ന പേരിൽ മുഖംമൂടി അണിഞ്ഞിരിക്കുന്ന റാമിനെ പോലെയുള്ള പറട്ട കളവന്മാര് കാരണം തീർന്നതാണ് അവൻ. ഇവനെയൊക്കെ വീടുകൾ കേട്ടില്ല, ഇവനെയൊക്കെ അടിച്ചോട്ടിക്കണം. എന്തിനാണ്? സസ്പെൻഷനൊന്നുമല്ല, ഡിസ്മിസ് കൊടുത്ത് വിടണം. പെൻഷൻ പോലും കിട്ടല്ലേ ഇവനൊക്കെ. കാരണം ഓരോ പിള്ളേരുടെ അവസ്ഥ. ഇവനൊക്കെ പഴയ കഴപ്പന്മാരാണ്. അതായത് ഇപ്പോഴത്തെ പിള്ളേർ എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ പിടിക്കത്തില്ല. അവനൊക്കെ പഴയ കഴപ്പങ്ങളും വെച്ചുകൊണ്ട് നടക്കുകയാണ്. ചൊറിച്ചില്, അണ്ണാക്കി ചൊറിച്ചില്. കാരണം ഇവന്റെയൊക്കെ കാലഘട്ടത്ത് ഇവനൊന്നും പറ്റിയിട്ടില്ല. ഇന്നത്തെ പിള്ളേർ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന കാണുമ്പോൾ അവനൊന്നും പിടിക്കത്തില്ല. അവനൊക്കെ കൂത്തിക്കടികൾ. അതുകൊണ്ട് പിള്ളേരെ മെക്കിട്ടങ്ങോട്ട് കയറും. അവന്റെ മറ്റേടുത്ത ഡെന്റൽ കോളേജ് അവൻ ഉണ്ടാക്കി വച്ചേക്കണ്. ഗവൺമെന്റ് സീറ്റിൽ അവന് കിട്ടിയെന്ന് വെച്ചാൽ ഇവനൊക്കെ ആര് എനിക്ക് അതാണ് കലി വരുന്നത്. എന്തായാലും ഞാൻ ന്യൂസ് ഒന്ന് കൊടുക്കാം. ഇതില് അടി പൊളിയായിട്ട് നൈസായിട്ട് ലോൺ ആപ്പിലോട്ട് എടുത്ത് അങ്ങ് ഇട്ടുകൊടുത്ത് ഈ പയ്യന്റെ കേസിന് അങ്ങോട്ട് തിരിച്ചങ്ങ് വിടുവാണ്. എന്റെ പൊന്നു പുണ്ടാകളെ, ഒന്നും പറയാനില്ല. ഈ ലോൺ ആപ്പിനെതിരെയുള്ള പരാതിയിൽ മൊഴിയെടുത്തിരിക്കുന്ന 22:30, അതായത് 10:30 10:30 കിട്ടിയ വിവരം ഈ എഫ്ഐആർ പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിച്ച സമയം എന്ന് പറയുന്നത് 10:30. പക്ഷേ ഇന്നലെ 7:45 തന്നെ SP വാർത്താ സമ്മേളനം നടത്തി ഈ ലോൺ ആപ്പിൽ നിന്ന് ഭീഷണി ഉണ്ടായെന്നും ലോൺ ആപ്പിൽ പേര് ടീച്ചറിന്റെ കൊടുത്തുവെന്നും ടീച്ചർ പ്രിൻസിപ്പളിന് പരാതി കൊടുത്തുവെന്നും പ്രിൻസിപ്പള് ഇയാളെ ഈ നിതിനെ വിളിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ പറയുന്നുണ്ട്. അപ്പോ എഫ്ഐആർ എടുക്കുന്നതിന് മുമ്പ് തന്നെ പോലീസ് വീട്ടുകാർ ആരോപിക്കുന്നോളം മുൻവിധിയോടുകൂടി പ്രധാനപ്പെട്ട ഒരു കാരണമായി ഇതിനെ ചൂണ്ടിക്കാട്ടുന്നുണ്ടോ? തീർച്ചയായും അക്കാര്യത്തിലാണ് പ്രധാനപ്പെട്ട സംശയമുള്ളത്. ഈ നിതിന്റെ മരണം നടന്ന ആദ്യ 2 ദിവസങ്ങളിൽ ഉയർന്നു വന്നത് ഈ ഡോക്ടർ MK റാമിനെതിരെയും സംഗീതക്കെതിരെയുള്ള നിരന്തരമായ ആരോപണങ്ങളാണ്. അത് സാധൂകരിക്കുന്ന രീതിയിൽ അതേ ക്യാമ്പസിൽ തന്നെ വിദ്യാർത്ഥികൾ രംഗത്തെത്തുന്നു. ഈ ഡോക്ടർ റാമിനെതിരെ നേരത്തെ എടുത്ത സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ചർച്ചയാകുന്നു. ആ ഘട്ടത്തിലാണ് നേരത്തെ ഉയർത്തിയ പ്രതിരോധം എന്നോണം. ഇതിൽ ആദ്യഘട്ടം നിതിന്റെ മരണം തൊട്ട് ഈ കോളേജിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പ്രതിരോധമാണ്. നിതിൻ ഇത്തരത്തിൽ ലോൺ എടുത്തു. ലോൺ എന്ന് പറയുന്നത് ഏതാണ്ട് 10,000-15,000 രൂപയോ ഒരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പേഴ്സണൽ ലോണായി ഇത്തരത്തിൽ ലോൺ ആപ്പുകളിൽ നിന്ന് ലഭിക്കും. പ്രത്യേകിച്ചും ഒരു വിദ്യാർത്ഥി
നിലയിൽ അതിൽ 18,000 രൂപയോളമാണ് തിരിച്ചടവുണ്ടായത്. നിതിന്റെ അമ്മയുടെ പേരും ലത എന്നാണ്. ഈ പറഞ്ഞ പരാതി കൊടുത്ത അധ്യാപികയുടെ പേര് ലത ശശീന്ദ്രൻ എന്നാണ്. ഒരുപക്ഷെ ഈ ലോൺ ഏജൻസി ഇത്തരത്തിൽ ഈ വിവരങ്ങൾ, ഈ കോൺടാക്റ്റിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഇത്തരത്തിൽ ശല്യപ്പെടുത്താൻ ഉപയോഗിച്ചതാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് പോലീസ് തള്ളിക്കളയുന്നില്ല. പക്ഷെ അപ്പോഴും ഈ 2ാം ദിവസം വന്ന് ഇത്തരത്തിൽ ലോൺ ആപ്പ് മൂലമുള്ള ഒരു സമ്മർദ്ദമാകാമെന്ന് പോലീസ് പറയുന്നതും രാത്രി 10 മണിയോടെയാണ് മൊഴി രേഖപ്പെടുത്തുന്നതും സംശയമാണ്. ഇക്കാര്യങ്ങളിലടക്കം ഒരു സ്ഥിരീകരണം, ഒരു വിശദീകരണം പോലീസിന്റെ ഭാഗത്തും വരേണ്ടതുണ്ട്. കാരണം നേരത്തെ നല്ല വിശദീകരണം, നല്ല സംശയം തന്നെയാണ്. എല്ലാം കൂടി ലോൺ ആപ്പിന്റെ നെഞ്ചത്ത് വെച്ചിട്ട് നൈസായിട്ട് അങ്ങ് ഊരിപ്പോവുകയാണ് അല്ലെ? ആര്? അധ്യാപകർ. രാമണ്ണനാണ് ഊരിപ്പോവാൻ നിൽക്കുന്നത്. രാമണ്ണന് നല്ല പൈസ കാണും, അതുകൊണ്ട് രാമണ്ണനെ ഒന്ന് വെളുപ്പിച്ചെടുത്തു കഴിഞ്ഞിട്ട് നൈസായിട്ട് കേസ് ക്ലോസ് ചെയ്യാനുള്ള പരിപാടിയായിരിക്കും നോക്കുന്നത് അല്ലേ? രാംചറ സ്പീക്കിംഗ്. ആരോപണങ്ങളെ മറയ്ക്കാനുള്ള ഏതെങ്കിലും രീതിയിലുള്ള ശ്രമമാണോ പോലീസിന്റെയും ഒപ്പം തന്നെ ഈ കോളേജ് അധികൃതർ? അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്. അതായത് ജാത്യാധിക്ഷേപവും അപമാനവും സഹിക്കവയ്യാതെ ജീവനൊടുക്കിയതാണെന്ന് എല്ലാ ബോധ്യങ്ങളും നിലനിൽക്കുമ്പോൾ ലോണാപ്പിൽ നിന്നെടുത്ത പണം തിരികെ അടയ്ക്കാത്തതിന്റെ പേരിലുള്ള ഭീഷണി ഇതിലൊരു പ്രധാനപ്പെട്ട കാരണമാണെന്നുള്ള ഒരു FIR കൂടി പോലീസ് എടുത്തിരിക്കുകയാണ്. അപ്പൊ അത് സംബന്ധിച്ച് ചില വിവരങ്ങൾ, ചില തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ലോൺ ആപ്പിൽ നിന്നെടുത്ത വായ്പാ സംഘത്തിൽ നിന്നും ഭീഷണി നേരിട്ടതിന്റെ തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അടിയന്തരമായി 8,000 രൂപ അടയ്ക്കണമെന്ന് ലോൺ മാഫിയ സംഘം നിർദ്ദേശിച്ചെന്നും താൻ പാവമാണെന്ന് നിതിൻ മറുപടി പറഞ്ഞതും ആ ചാറ്റ് വ്യക്തമാക്കുന്നുണ്ട്. ആ ചാറ്റ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഓൺലൈൻ വായ്പാ സംഘം നിതിന്റെ അധ്യാപികയ്ക്ക് ഭീഷണി സന്ദേശം അയച്ചു. തുടർന്ന് അധ്യാപിക പ്രിൻസിപ്പലിന് പരാതി നൽകി. നിതിൻ ചെയ്ത ദിവസം പ്രിൻസിപ്പൽ നിതിനെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ഇത്രയും കാര്യങ്ങൾക്ക് പോലീസ് തെളിവുണ്ട്. ഓക്കെ, അതായത് ഈ പറയുന്ന നിതിൻ എന്ന് പറയുന്നവൻ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 18,000 രൂപയോളം തിരിച്ചടയ്ക്കണം. അതിലിപ്പോ 8,000 രൂപയെങ്കിലും അടച്ചില്ലെങ്കിൽ പണിയാണെന്നുള്ള രീതിയിലാണ് സംഭവങ്ങൾ. അങ്ങനെ ഇവന്റെ കോൺടാക്ട്സിലുള്ള ആൾക്കാർക്കൊക്കെ അവർ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ദയവായിട്ട് പറയാനുള്ള ഇത്തരം ലോൺ ആപ്പുകളും കാര്യങ്ങളും നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് ബാൻ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം ലോൺ ആപ്പുകളിൽ നിന്നും ലോൺ എടുത്ത് ഗതികേട് കൊണ്ട് എടുക്കുന്നതാണ് മിക്കവരും. എടുത്ത് ചാടി അങ്ങോട്ട് എടുക്കും, പിന്നെ തേഞ്ഞൊട്ടി ഇതുപോലത്തെ അവസ്ഥയിലോട്ടൊക്കെ, സിറ്റുവേഷനിലോട്ടൊക്കെ പോകും. ഈ കോൺടാക്ട്സിലുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്ത് അവർ വിളിക്കുക, ഇങ്ങനെ നാണം കെടുത്തുക, ഈ പരിപാടിയൊക്കെ ചെയ്ത് അവസാനം ഗതികേടാറുണ്ട് ഒരുപാട് പേര്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ അത് മാത്രമല്ല വിഷയം. ഈ ലോൺ ആപ്പിന്റെ പേരിൽ ഇവനെ ആ റൂമിന്റെ അകത്ത് വിളിച്ചിട്ട് ഈ പറയുന്ന അധ്യാപകരും എല്ലാവരും കൂടിയൊക്കെ എന്തായാലും ഇവനെ മാക്സിമം നാണം കെടുത്തി കാണും. അത് നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഈ പറയുന്ന ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തതിന്റെ പേരിലും എല്ലാത്തിന്റെ പേരിലും ഇവനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്ത് കാണും. അതിനെ തുടർന്നിട്ട് തന്നെ ആവണം, എല്ലാം കൂടി അവന് താങ്ങാൻ പറ്റാതെ ആവണം അവൻ ഈ കടുങ്കൈ ചെയ്തിട്ടുള്ളത്. കാരണം ഇങ്ങനെ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തതിന് തുടർന്നിട്ട് അവന്റെ ടീച്ചറിന് ഇങ്ങനെ കോൾ വരികയും അതിനുശേഷം അവനെ ഓഫീസ് റൂമിൽ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അവനെ ഒന്ന് സമാധാനപ്പെടുത്തുക, ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് അവന് ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടായിരുന്നിരിക്കും. കാരണം ഈ നിതിന്റെ ഒരു വോയിസ് കേട്ട സമയത്ത് എനിക്ക് തോന്നി അവൻ ഒരിക്കലും ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യില്ലല്ലോ എന്ന് എനിക്ക് തോന്നിയായിരുന്നു. കാരണം ഇത്രയും ചീള് കേസിന് അവൻ ചെയ്യില്ല, കാരണം അവന്റെ സംസാര രീതി അങ്ങനെയായിരുന്നു. അത്രയും നല്ലൊരു കോൺഫിഡന്റോടുള്ള സംസാരമായിരുന്നു. എന്നാൽ ഈ പറയുന്ന പോലെ ലാസ്റ്റ് ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ അവനെ അവിടെ ഓഫീസ് റൂമിൽ വിളിച്ചിട്ട് ഏറ്റവും കൂടുതൽ പുച്ഛിക്കുകയും പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തതിനെ തുടർന്നിട്ട് തന്നെയാണ് അവൻ അത് ചെയ്തിട്ടുള്ളത്. അത് സാമാന്യ ലോജിക്ക് വെച്ചിട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി. ഓഫീസ് റൂമിൽ വിളിച്ച് അന്നേ ദിവസം തന്നെ അവൻ തീർന്നെന്നും പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് നമ്മൾ സാമാന്യ ലോജിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യം പിടികിട്ടും എന്താണ് അവിടെ സംഭവിച്ചത്. അല്ലാണ്ട് ഈ ലോൺ ആപ്പിൽ ലോൺ എടുത്തതുകൊണ്ട് അവൻ തീർന്നു എന്ന് വരുത്തി തീർത്ത് കേസ് ക്ലോസ് ചെയ്യാനാണെങ്കിൽ സമ്മതിക്കത്തില്ല തന്നെയാണ്. എന്തുവാ ഇത്? ചുമ്മാ മറ്റേ എടുത്ത് കറക്കിയാതെ അങ്ങ് അവൻ അവിടെ വിളിച്ച് ഓഫീസ് റൂമിൽ ഈ പറയുന്ന പോലെ വിളിച്ച് നാണം കെടുത്തിയതിനെ തുടർന്നിട്ട് മാനസികമായിട്ട് വീണ്ടും തള്ളാൻ തരിപ്പണമായപ്പോഴാണ് അവൻ ആ കടുങ്കൈ ചെയ്തിട്ടുള്ളത്. അത് തീർത്തത് തന്നെയാണ്. ഇനി എനിക്കൊരു ഡൗട്ടുണ്ട്, എങ്ങാണ്ട് ഇവനെ പോയി തള്ളിയിട്ട് തീർത്തതാണോ എന്ന് സീരിയസ്ലി. കാരണം ഇത്രയും വൃത്തികെട്ട സാറന്മാരൊക്കെ അല്ലേ അവിടെ ഉള്ളത്. ഇവനെ പോലെയുള്ള കഴിപ്പണം കെട്ടവന്മാര് ജാതിയുടെയും നിറത്തിന്റെയും പേരില് ഓരോ പിള്ളേരെ കളിയാക്കുകയും പരിഹസിക്കുകയും ഓട്ടിക്കുകയും തുപ്പുകയും ചെയ്യുന്ന ഇവനെയൊക്കെ പോലുള്ളവന്മാർ അധ്യാപകന്മാരാ. എടാ, ഈ അധ്യാപകൻ എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം നിനക്കൊക്കെ അറിയാവൂടാ? കഴിപ്പണം കെട്ടവന്മാരെ. ഇനി പോലീസ് സാറ് പറയുന്ന കേട്ടോക്കെ അയ്യോട്ടാ. ഈ കേസിന്റെ അന്വേഷണ മധ്യേ ഈ വിദ്യാർത്ഥിയുടെ നിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ബന്ധുമിത്രാദികളുടെ ഭാഗത്തു നിന്നുള്ള മൊഴി പോലീസിൽ ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം പലവിധങ്ങളായിട്ടുള്ള മൊബൈൽ ചാറ്റ് അല്ലെങ്കിൽ വോയിസ് കോൺവെർസേഷൻസ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ അതിലേക്ക് അബറ്റ്മെന്റ് പ്രേരണ കുറ്റം പോലീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് സെക്ഷൻ 3(1) ക്ലോസ് R മറ്റ് അനുബന്ധ വകുപ്പുകൾ ഉൾപ്പെടെ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് വകുപ്പിന്റെ സെക്ഷൻസും കൂടെ നിലവിൽ ഈ കേസിലേക്ക് പോലീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം
എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം ആണിപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു FIR ഇന്ന് സൈബർ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 12/26 ആയി സൈബർ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഈ വിദ്യാർത്ഥി കഴിഞ്ഞ ഡിസംബർ-ജനുവരി മാസ സമയത്ത് ഒരു ലോൺ ആപ്പിലൂടെ പണം കടമെടുത്തിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരമായിട്ടുള്ള ഫോൺ കോളുകൾ ഈ വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും ഫോൺ CDR അനാലിസിസിൽ നിന്നും പോലീസിന് മനസ്സിലാക്കാൻ പറ്റുകയുണ്ടായി. അതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ ലോൺ എടുക്കുന്ന സമയത്ത് കോളേജിലെ തന്നെ മറ്റൊരു ടീച്ചറുടെ നമ്പർ ഈ ലോൺ കൊടുത്ത ഏജൻസിക്ക് ലഭിക്കുകയും ആ ടീച്ചറെയും ലോൺ ഡിഫോൾട്ട് ആവുന്ന സമയത്ത് ഡ്യൂ ആവുന്ന സമയത്ത് ഈ ലോൺ ഏജൻസി വിളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 10-ാം തീയതിയും അത്തരത്തിൽ നിരന്തരമായിട്ടുള്ള കോൾസ് ഈ ടീച്ചറുടെ മൊബൈൽ ഫോണിലേക്ക് വന്നതായിട്ട് നമ്മുടെ സൈബർ അന്വേഷണത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ആയതിനെ തുടർന്നിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം കൂടെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. നല്ല വിലയിരുത്തൽ. എന്റെ പൊന്നു സാറന്മാരെ, പുച്ഛം വാങ്ങി വെക്കരുത്. ഇപ്പൊ ലോൺ ആപ്പ് ഓക്കെ, അവൻ ലോൺ എടുത്തിട്ടുണ്ട്, അവൻ മറ്റേ വേറൊന്നുമല്ലല്ലോ, അവന്റെ ആവശ്യത്തിന് അവൻ പൈസ ലോൺ എടുത്ത്. പക്ഷെ അത് വലിയൊരു ട്രാപ്പാണ്, അതിൽ പോയി ആരും വീഴരുത്. എനിക്കതേ പറയാനുള്ളൂ. നമ്മളെ കുത്തുവാളെടുപ്പിക്കും. അതുകൊണ്ട് ഒരിക്കലും ഈ ഓൺലൈനിൽ പോയിട്ട് ലോണുകൾ എടുത്ത് നമ്മൾ തേഞ്ഞൊട്ടരുത്. അവസാനം നിക്കക്കളി ഇല്ലാതെ പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകും. നമ്മളെ നാണം കെടുത്ത് ഈ പറയുന്ന പോലെ നമ്മളെ കോൺടാക്ട്സിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് അവന്മാർ തുലയ്ക്ക് നാറാണത്താക്കും. നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇപ്പൊ ഈ കേസിൽ അവൻ ലോൺ എടുത്തെന്നും ഏതോ അവന്റെ ടീച്ചറിനെ വിളിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അവനെ വിളിച്ചു നിർത്തി ആശ്വസിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പകരം വിളിച്ചു നിർത്തിയിട്ട് നീ എന്താ ഒരാളവിടെ കാണിച്ച, നീ കാണാൻ നമുക്ക് നാണക്കേട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുകയും നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും പുച്ഛിക്കുകയും പരിഹാസിക്കുകയും ചെയ്യുന്ന ഇതുപോലത്തെ അധ്യാപകന്മാരായ നായിന്റെ മക്കളെ എന്ത് വിളിക്കണം? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. എന്ത് വിളിക്കണം, എന്ത് ചെയ്യണം? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഈ വയസ്സാങ്കാലത്ത് കിളവന്മാരെ കഴപ്പ് തീർക്കേണ്ട പാവപ്പെട്ട പിള്ളേരുടെ നെഞ്ചത്തല്ല. മനസ്സിലായ? അതുകൊണ്ട് എന്റെ പൊന്നു സാറന്മാരെ, ഓക്കെ, അവൻ ലോൺ എടുത്ത് എന്ന് പറഞ്ഞ് മറ്റവന്മാരെ അങ്ങോട്ട് മുക്കി വിടരുത്. അവന്മാരെ വലിച്ചു കീറണം. അവന്റെ അച്ഛൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. മാത്രമല്ല, ലത എന്ന് പറയുന്ന മേഡം, കമൽ എന്ന് പറയുന്ന വാർഡനും, ഈ കമൽ എന്ന് പറയുന്ന വാർഡൻ എന്നോട് അവനെ സിക്ക് റൂമിൽ അടച്ചതിന് ഞാൻ ചോദ്യം ചെയ്ത് ഫോണിലൂടെ, എൻ്റെ മോൻ എന്തിനാണ് ഇരുട്ട് റൂമിൽ അടച്ച്, അവനെ നല്ലൊരു ഹോസ്റ്റൽ റൂമല്ലേ നിങ്ങൾ കൊടുത്തത്, തിരിച്ച് അവൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ അത് നിങ്ങൾ അതേപോലെ കൊടുക്കാമെന്ന് എനിക്ക് വീഡിയോ ചെയ്ത് എല്ലാം കാണിച്ചിട്ട് പറഞ്ഞല്ലേ. പിന്നെ എന്ത് സിക്ക് റൂമിൽ അടച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞാണ്, ഇവിടെ ഇൻഫെക്ഷൻ ആൾ വന്നപ്പോൾ ഞങ്ങൾക്ക് കുട്ടികളുടെ എണ്ണം തികച്ച് കാണിക്കണം, അതിനു വേണ്ടിയാണ് ഞങ്ങളത് ചെയ്യുന്നത്. ഞാനപ്പോൾ പറഞ്ഞു, അവൻ നാട്ടിൽ പോയെന്ന് പറഞ്ഞാൽ പോരേണ്ട, ഒരു വിദ്യാർത്ഥിക്ക് അസുഖം വരുമല്ലോ, അപ്പോഴവർ നാട്ടിൽ പോയി അവൻ്റെ ഡീറ്റെയിൽ കാണിച്ചാൽ മതി. അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാനസിക വിഭ്രാന്തിയുള്ള സുഖമില്ലാത്ത കുട്ടികളെ അടയ്ക്കുന്ന റൂമിൽ അവൻ ഒറ്റയ്ക്കിട്ട് അടച്ചു കളഞ്ഞു. അങ്ങനെ അത് ചോദ്യം ചെയ്യാൻ അയാൾ ഞാനായിട്ട് സംസാര വിഷയങ്ങളായി. അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇത് എന്തുകൂടെ, ഇത് പഠിപ്പിക്കുന്ന വല്ല കോളേജ് വല്ലതും തന്നെയാണ്, അത് വേറെ വല്ലതുമാണ്? ഇവന്മാരൊക്കെ എന്താ നടക്കുന്നത്? എനിക്ക് ST ഫയലിനെ പോലെയാണ് ഓർമ്മ വന്നത്. എന്തുവാ ഇവിടെ നടക്കുന്നേ? എന്തൊക്കെ കൃത്യങ്ങളാണ് ഇവിടെ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ ചുറ്റും നടക്കുന്നത്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന, നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ. വിടല് അവന്റെ അമ്മച്ചിയുടെ കോളേജ്, അത് പൂട്ടിക്കണം. എൻ്റെ കോളേജല്ല പൂട്ടിക്കണ്ട, ഈ നാറുകൾ അവിടെ നിന്ന് മാറ്റണം. അവനെയൊക്കെ എല്ലാത്തിനെയും പിടിച്ച് ജയിലിലിടണം. ഓരോ പിള്ളേരെടുത്ത് ഇവന്മാരൊക്കെ പെരുമാറുന്ന രീതിയിൽ കുട്ടികൾ പ്രതികരിക്കുന്നുണ്ട് അവിടുത്തെ. ഞാൻ അത് കൊടുക്കാം. അതിന് മുന്നേ വ്യക്തി പറയുന്നത് കേട്ടു നോക്കാം. അപ്പോഴേ ഇയാൾ പറഞ്ഞു, എന്നോടൊന്നും പറയണ്ട, നിങ്ങൾ കംപ്ലൈന്റ് ഉണ്ട് ഇപ്പോൾ പ്രിൻസിപ്പാളിനോട് പറഞ്ഞാൽ മതി. ആ മെഡിക്കൽ കോളേജിൽ നമ്മൾ എന്ത് വിഷയമുണ്ടെങ്കിലും എല്ലാ അധ്യാപകരും പ്രിൻസിപ്പളിനോട് പറയും. പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഒരു മരക്കോന്തനാണ്. കാരണം അദ്ദേഹം കറക്റ്റ് മറുപടി പറയൂല. അദ്ദേഹം പറയും, എനിക്കൊന്നും അറിയത്തില്ല, നിങ്ങൾ അധ്യാപകരോട് ചോദിക്കും. അദ്ദേഹം ഉരുണ്ട് കളിക്കും. പഴയ പ്രിൻസിപ്പൾ ഇപ്പോഴും വന്നത് അതിനൊക്കെ മാറ്റം. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പഴയ ഞങ്ങളുടെ കൊടുത്ത എല്ലാ പരാതികളും പൂഴ്ത്തി വെച്ചുകൊണ്ട് പറയണം, ഇപ്പോൾ കോളേജിനെതിരെ പരാതിയില്ല, മാനേജ്മെന്റിനെതിരെ പരാതിയില്ല, പിന്നെ എന്ത് നടപടിയെടുക്കും? നിതിൻ രാജിന്റെ പിതാവും മാതാവും അവൻ്റെ ബന്ധുക്കളോ ഞങ്ങൾക്കെതിരെ പരാതി ഉന്നയിച്ചു. എൻ്റെ പോയി 1 മാസം കഴിഞ്ഞ് റാഗിങ് തുടങ്ങി.
റാഗിങ് എന്ന് പറയാം, ക്രൂരമായ റാഗിങ്. സീനിയർ വിദ്യാർത്ഥികൾ ഇവിടെ ഈ പല കോളേജുകളിലും റാഗിങ് എന്ന് പറയുന്ന സാധനം നല്ലപോലെ നടക്കുന്നുണ്ട്. സീനിയർ ഉള്ള നാറികൾ ജൂനിയറിൽ വരുന്ന പിള്ളേരെ റാഗിങ്ങിന്റെ പേരിൽ തന്നെ പരിപാടികൾ ചെയ്യുന്നുണ്ട്. എന്തിന്? നമ്മുടെ സിദ്ധാർത്ഥ എന്ന് പറയുന്ന പയ്യനെ തീർത്തത് നിങ്ങൾക്ക് ഓർമ്മയില്ല? റാഗിങ്ങിന്റെ പേരിൽ. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ കോളേജിലും എല്ലാ മാസവും പോലീസുകാർ നേരിട്ട് പോയി അന്വേഷിച്ച് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ച അതിന് വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വയ്ക്കും. മിനിമം ഒരു 3 ദിവസമെങ്കിലും ഈ പറയുന്ന പോലെ എല്ലാ പിള്ളേരുടെ അടുത്തും സംസാരിക്കാനും കൗൺസിലിംഗ് പോലെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാക്കണം. കാരണം റാഗിങ്ങിന്റെ പേരിൽ ഒരുപാട് കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഗവൺമെന്റ് ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണം. റാഗിങ് എന്ന പേരിൽ ചെറ്റത്തനങ്ങളും തന്തയില്ലായ്മകളാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ചില നാറുകൾ. ചില കോളേജിലെ വെറും കഴുപ്പണം കെട്ടവന്മാർ. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം. സിദ്ധാർത്ഥിന്റെ മരണം തന്നെയായിരുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണം. അന്ന് അത് വലിയ ചർച്ചാ വിഷയം കാര്യങ്ങളൊക്കെ. ഇന്ന് വീണ്ടും ഇവിടെ ഈ വ്യക്തി പറയുന്നുണ്ട് റാഗിങ് നടക്കുന്നുണ്ടെന്ന്. റാഗിങ് ഒക്കെ നമ്മളും ചെയ്തിട്ടുണ്ട് നമ്മുടെ ജൂനിയേഴ്സിന്റെ അടുത്ത്. വളരെ സ്നേഹമായിട്ട് തോളി കൈയിട്ടുകൊണ്ട് ഒരു സുഹൃത്തിനെ പോലെ. അല്ലെന്ന് പറയട്ടെ നമ്മുടെ കോളേജിൽ നമ്മളെ ജൂനിയേഴ്സ് പഠിച്ച പിള്ളേർ പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അങ്ങനെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഈ പറയുന്നത് പോലെ ഇതല്ല റാഗിങ്. ഇത് റാഗിങ് അല്ല, ഇത് വേറെ എന്തോ ആണ്. ഫ്രസ്ട്രേഷൻ തീർക്കുന്നതാണ്. അതിനെതിരെ ശക്തമായ നടപടി എടുക്കണം. അതുപോലെ അധ്യാപകന്മാരെന്ന് പറയുന്ന ഇതുപോലത്തെ നാറിയ ഊളകൾക്കെതിരെ നടപടി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇവിടെ പഠിപ്പും വേണ്ട, ഒരു തേങ്ങയും വേണ്ട, വല്ല പുറത്ത് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് പിള്ളേർ പഠിക്കട്ടെ. എന്തിനിവിടെ ഇങ്ങനെ ഇട്ടുണ്ടാക്കുന്നത്? ഓരോരുത്തർ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടാ കോപ്പ്. രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് ആറ്റിങ്ങലിൽ പോയി എൻ്റെ മൂത്ത മോളും മരുമോനും ഇവനും കൂടെ പോയി ബർമൂഡ ടീഷർട്ട് അവിടെ ഇടാനുള്ള എല്ലാ ഡ്രസ്സുകളും വാങ്ങിച്ചുകൊണ്ട് പോയി. ഒരുപാട് സോപ്പ് ചീപ്പ് ഇങ്ങനെയുള്ള ഐറ്റംസ്. പക്ഷെ ഒന്നും ഈ സീനിയർ വിദ്യാർത്ഥികൾ അവിടെ ഇടാൻ സമ്മതിച്ചില്ല. നിങ്ങൾക്കറിയോ, അങ്ങനെ ഈ ബർമൂഡയും ടീഷർട്ടും ഇട്ടുകൊണ്ട് ക്യാൻറ്റീനിലോട്ട് പോയപ്പോൾ ഇത് ഊരിച്ചവനെ കൊണ്ട് സീനിയർ വിദ്യാർത്ഥികളെ. അപ്പോഴവൻ ടീഷർട്ട് ഊരിച്ചു. അപ്പോഴും പറഞ്ഞ് അതെന്താ ചേട്ടാ, ഞാൻ ഇത് കോളേജിനകത്തല്ലേ ഇടണ, ഇവിടെ റൂമിൽ നിന്ന് ക്യാൻറ്റീനിൽ ചായ കുടിക്കാൻ പോണില്ലേ. അപ്പോഴും പറയടാ ഞങ്ങൾ പറയണ കേട്ടാ മതി, നീ പറയണപ്പം ഞങ്ങൾക്ക് കേൾക്കേണ്ട കാര്യമില്ല. ഇവിടെ ഞങ്ങൾ ഫുൾ കൈ ഷർട്ടല്ലേ ഉണ്ട്. ഫുൾ കൈ ഷർട്ട് അന്ന് തുടങ്ങിയതാണ് അവൻ്റെ കൂടെയുള്ള ക്രൂരത. പിന്നെ കുളിക്കാൻ പോകുമ്പോൾ മണിക്കൂറുകളോളം ഇവർ ശേഷം വരുന്ന കുട്ടികളെ കുളിപ്പിച്ചിട്ട് പോയാലും അവരെ മണിക്കൂറുകളോളം പിടിച്ചു നിർത്തുള്ളൂ. കാരണം എന്തെന്നോ, പഠിത്തത്തിൽ ഉന്നത നിലവാരം എല്ലാം മനസ്സിലാക്കിയപ്പോൾ അവർ ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. ഏത് വിഷയം എടുത്തിട്ടാലും, എന്ത് ഇംഗ്ലീഷ് എടുത്തിട്ടാലും എൻ്റെ നിതിൻ മോനും എൻ്റെ കുക്കു മോനും മനസ്സിലാവും, അറിയാമോ? അങ്ങനെ തലച്ചോറുള്ള ഒരു കുട്ടിയായിരുന്നു അവൻ. പഠിത്തത്തിലെല്ലാം മുന്തിയ സ്ഥാനത്ത്. ഒരു കാര്യം ഒരു പ്രാവശ്യം എല്ലാ കുറേ ടീച്ചർമാർക്കൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ തുണി കഴുകാൻ പോയി അവിടെ നിൽക്കുമ്പോൾ ഇവനെ തുണി കഴുകാൻ സമ്മതിക്കൂല. 3 മണിക്കൂർ കഴിഞ്ഞ് തുണി കഴുകാൻ സമ്മതിക്കുള്ളായിരുന്നു അന്ന് ഈ സീനിയർ വിദ്യാർത്ഥികൾ. ബാക്കി കുട്ടികൾ തുണികൾ കഴുകി ഉണക്കിയിട്ടിട്ട് പോയാലും ഇവനവിടെ നിൽക്കും. അവൻ അനങ്ങി കഴിഞ്ഞാൽ അവൻ അടി കൊടുക്കും അവർ. ആ രീതിയിൽ മാനസിക പീഡനങ്ങൾ എൻ്റെ പോയി അവിടെ ഒരുപാട് അനുഭവിച്ചു. സാറന്മാരോടെ കംപ്ലൈൻറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഒന്നും കംപ്ലൈൻറ്റ് ചെയ്യില്ലേ, ഒന്നും പറയില്ലേ. ഇത് എന്നോട് വിളിച്ചറിയിച്ചപ്പോൾ ഞാൻ പ്രിൻസിപ്പാളിനോട് പറഞ്ഞു. അപ്പോഴും പറഞ്ഞ് കണ്ണൂർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമോ, തിരുവനന്തപുരവും കണ്ണൂരുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഒരുപാട് കിലോമീറ്ററുകളുണ്ട്. നിങ്ങൾ തലേ ദിവസം രാത്രി വന്നാൽ പിറ്റേന്നല്ലേ എത്തുള്ളൂ. കേസിന് മഴക്കിന് ഒന്നും ഇറങ്ങണ്ട, പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ഊപ്പാട് വരും. ഇവിടെ പണച്ചാക്കുകളാണ് പഴയ പ്രിൻസിപ്പാൾ പറഞ്ഞത് ഇവിടെ പഠിക്കണത്. എൻ്റെ ഫോണിൽ കൂടെ എന്നോട് പറഞ്ഞത് പഴയ പ്രിൻസിപ്പാൾ പറഞ്ഞത് പണച്ചാക്കുകളാണ് പഠിക്കുന്നത്. അവർ ഈ കോളേജിന് പുറത്ത് വെച്ച് അവർ അപായപ്പെടുത്തിയാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. അതുകൊണ്ട് കേസിന് മഴക്കിന് ഒന്നും ഇറങ്ങില്ല, ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തീർക്കാം എന്ന് പറഞ്ഞ് അവർ എന്നെ പരാതി കൊടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു അഞ്ചരക്കണ്ടി പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ. വല്ലാത്ത അവസ്ഥ കേട്ടാ. പ്രിൻസിപ്പൾ പോലും പണച്ചാക്കളാണ് അവിടെ പഠിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പൊക്കോണമെന്ന്. തേള ഇവനൊക്കെ അടിച്ച് അലവ് കീറണ്ടേ അവനൊക്കെ. പ്രിൻസിപ്പളായവനൊക്കെ എവിടത്തെ പ്രിൻസിപ്പൾ, ഏത് ഓണാത്ത പ്രിൻസിപ്പൾ നാറികള്. ശരിടാ, താങ്കൾ അധ്യാപകനാണല്ലോ, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ അധ്യാപകനാണല്ലോ, സോഷ്യോളജി വിഭാഗം. ദിനു ഇവിടെ ഇപ്പോ ഈ സമയം ഈ കുട്ടികളൊന്നും പുറത്തേക്ക് രക്ഷ മിണ്ടില്ല. ഓർത്തു നോക്കൂ, ഇക്കാലം അത്രയും കൂടെ പഠിച്ച ഒരു സഹപാഠിയാണ്, കൂടെ കളിച്ചവനാണ്, കൂടെ എല്ലാ സുഹൃത്തുക്കൾ പങ്കാളിയാണ്. മരിച്ചുപോയിട്ട് എങ്ങനെ മരിച്ചുപോയിട്ട് അവിടെ ആ വീട്ടിലേക്ക് ഒറ്റ കുട്ടി വന്നിട്ടില്ല. കാരണം എന്താണ്? ഭാവി തൊളിച്ചു കളയുമെന്ന ഈ റാമിന്റെയും ഈ സംഗീത നമ്പ്യാരുടെയും ബാക്കി ഈ പറഞ്ഞ മാഫിയ സംഘത്തിന്റെയും ഭീഷണി. ശ്രീ ദിനു, ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ അലൂമിനി ഗ്രൂപ്പുകൾ ഇപ്പോഴുള്ള ചർച്ച എന്താണെന്നറിയോ? ഇപ്പൊ നടക്കുന്ന ചർച്ച, അവിടെ കാലാകാലങ്ങളിൽ ഇത്തരത്തിലുള്ള കുട്ടികൾ നേരിടുന്ന ടോർച്ചറിൽ അവർ അതിജീവിച്ചതിനെ പറ്റിയാണ് ചർച്ച.
ഇടിയപ്പത്തിന്റെ മറ്റേ സാധനമില്ലേ, ഇടിയപ്പത്തിനകത്ത് മാവ് വെച്ച് പീച്ചില്ലേ, അങ്ങനെ പീച്ചുന്ന പോലെ കുട്ടികളെ പീഡിപ്പിച്ചിറക്കി ആത്മഹത്യ ചെയ്യാതെ അവിടെ ഇറങ്ങിപ്പോയ കുട്ടികളുടെ സങ്കട സാക്ഷ്യങ്ങൾ ആ ഗ്രൂപ്പിൽ വന്ന് നിറയാ. ഇപ്പോ ഒന്നും പുറത്തോട്ട് വരില്ല, കാര്യം അവർക്ക് പേടിയാ. കാര്യം പഠിച്ചിറങ്ങിയാലും ഇവരുടെ ഭാവി ഏതെങ്കിലും തരത്തിൽ തുറക്കാൻ ഇവർക്ക് കഴിയും. ഭീകരമാണ് ദിനു. ഇതിന് തടയിടുന്നില്ലെങ്കിൽ, ഒരു സമരം പോലും ഉണ്ടാവുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമാണ്. ഹാഷ്മി, ജാതിയെ കുറിച്ച് ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് ജാതി അല്ലെങ്കിൽ അത്രമേൽ എന്തിന് പ്രഹസനങ്ങള് വേണ്ട. സീരിയസ്ലി ഇത് പ്രതിഷേധിക്കണം. ഇത് മലയാളികൾ ഒന്നടങ്കം. അവിടെ കോളേജിലുള്ള റാഗിങ് ചെയ്യുന്നത് ഏറ്റാളൊന്നും ഇതിനൊന്നും കൂട്ടു നിൽക്കത്തില്ല. പക്ഷെ നമ്മൾ ജനങ്ങൾ പ്രതികരിക്കണം. ഇത്തരം കോളേജിൽ നടക്കുന്ന ഇത്തരം അപരാധങ്ങൾ എല്ലാ വർഷവും ഉണ്ടല്ലോടാ ഇത്. എന്നിട്ട് നിർത്താൻ സാധിക്കുന്നില്ലല്ലോ. ഇവിടുത്തെ നിയമവ്യവസ്ഥ അല്ലെങ്കിൽ ഇവിടുത്തെ അധികാരത്തിൽ ഉന്നതന്മാരായിട്ട് ഇരിക്കുന്നവന്മാര് എന്നാ ഹീനവിത്തം ഉണ്ടാക്കുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ എല്ലാ വർഷവും ഓരോ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിനെതിരെയൊക്കെ എന്തെങ്കിലും നടപടി ശക്തമായിട്ട് എടുക്കുന്നുണ്ടോ? ഇല്ല, എടുക്കില്ല. കാരണം പണച്ചാക്കുകളാണല്ലോ, എടുക്കാൻ പറ്റത്തില്ല. അതങ്ങനെയാണ്. അതാണ് ഇവിടുത്തെ രീതി. ഈ രീതിയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകണം അല്ലേ? ഓരോ വർഷം ഓരോരുത്തരുടെ ജീവൻ പോലെയും കുറച്ച് ദിവസം ചർച്ചാ വിഷയം അത് ഇത് മാങ്ങാത്തൊല്ലി തേങ്ങാത്തൊല്ലി എന്ന് പറഞ്ഞുകൊണ്ട് നാളെ നമ്മുടെ മക്കളും നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഇതുപോലെ ഓരോ പിള്ളേരെ പോയി പഠിക്കേണ്ടതാണ്. അവർ നാളെ ഇതുപോലെ ഫേസ് ചെയ്യും. അല്ല ഇതിന്റെ അപ്പുറം ഫേസ് ചെയ്യും. ഞാൻ എപ്പോഴും പറയും, കുട്ടികളെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക. എന്തെങ്കിലും സംഭവിച്ചിട്ടല്ല എല്ലാവരും കൂടെ കൂടുക്കെ എടുത്ത് ഇറങ്ങി വരേണ്ടത്. നമ്മുടെ കാലത്ത് നമുക്ക് പല വിഷയങ്ങളും ഉണ്ടായ സമയത്ത് പ്രതികരിച്ചിട്ടില്ല. അന്ന് പ്രതികരിക്കാതെ പോയതിന്റെ റിഗ്രറ്റ് ഫീൽ ഇപ്പോൾ ഉണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും, നിങ്ങൾ പ്രതികരിക്കണം. ഒരു വിഷയം വന്നാൽ പ്രതികരിക്കണം. വീട്ടുകാരെടുത്ത് പറയുക. വീട്ടുകാരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും വഴി സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമെങ്കിലും ഉണ്ട്, അവിടെയെങ്കിലും വന്ന് തുറന്നു പറയുക. എനിക്കതേ പറയാനുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതിന് ശേഷം നമ്മൾ കൈയും കാലും ഇട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല. വിദ്യാർത്ഥികളെ നിങ്ങൾ വന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ വിശ്വസിച്ചിരിക്കും, കൺഫേമാണ്. ഇനി ഞാൻ വേറെ ന്യൂസ് കൊടുക്കാം. ഇതിന്റെ തന്നെ അവിടുത്തെ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്. ഡോക്ടറായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് പറയുന്നത്. നമുക്ക് കേട്ടുനോക്കാം. CK വിജയൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കട്ടപ്പനത്തിനപ്പുറം ഇത് നമ്മൾ അവർ പറയുന്ന കാര്യം ഞെട്ടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോരാ, അതിലും കൂടുതൽ പെൺകുട്ടികളെ അടിച്ച് പഠിപ്പിക്കുന്നു എന്നവർ പറയുന്നു. ഇതെല്ലാം കേവലമായൊരു പരാതിയായി പോലെ ചെയ്തില്ല എങ്കിൽ പറച്ചിലുകളാണ് ഇപ്പോൾ പ്രതികരണങ്ങളെല്ലാം തന്നെ. കാരണം പ്രതികരണം നിതിൻ വ്യക്തിപരമായി ഇത് മാനേജബിൾ ആണ്. മാത്രമല്ല ഡോക്ടർ റാമിനെതിരെ ഗുരുതരം എന്ന് പറഞ്ഞ HOD അല്ലെ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിനി ഉന്നയിക്കുന്നത് അതൊരിക്കൽ കൂടി കേൾക്കാം. നമുക്ക് നമ്മളുടെ അനുഭവങ്ങളുണ്ട്. ഇപ്പൊ റാം എന്ന് പറഞ്ഞ HOD അല്ലെ അക്യൂസ്ഡ് ആയിട്ടുള്ള HOD കാരണമാണോ അവൻ മരിച്ചത് അതൊന്നും നമുക്കറിയില്ല. പക്ഷെ അവൻ ആ വോയിസ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തികച്ചും സത്യമാണ്. അത് കാരണമാണോ അവൻ മരിച്ചത് നമുക്കറിയില്ല. പക്ഷെ ആ കാര്യം തികച്ചും സത്യമാണ്. കളറിന്റെ പേരില്, നമ്മളുടെ ബോഡി ഷേപ്പിന്റെ പേരില് ഒക്കെ പുള്ളിക്കാരൻ പറയാറുണ്ട്. അവനാ മടല് വെട്ടി അടിച്ചവന് നിക്കറില്ലാതെ ഓട്ടിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇതുപോലത്തെ അവന്റെ മോന്ത കണ്ട നമുക്ക് ആടിച്ച് ആല കയറി കൊടുക്കാനാണ് തോന്നുന്നത്. റാമ് കോപ്പ് പൊന്ന പരട്ടമോയി. അവന്റെ ബോഡി ഷേമിങ്. നീ ബോഡി ഷേമിങ് ചെയ്യാൻ നീ ആരടാ? പന്നിക്കൊണ്ടായി അവനെ പന്നിയെ പോലെ പെരുത്തിരിക്കുന്ന നീയൊക്കെ ബോഡി ഷേമിങ് നാറി. ഒരു ഫസ്റ്റ് ഇയറിൽ കുറെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തേർഡ് ഇയർ എത്തിയപ്പോഴും പുള്ളിക്കാരൻ ഞാനൊരു ഉത്തരം പറഞ്ഞു, പുള്ളിക്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉറക്കെ പറഞ്ഞു, പുള്ളിക്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ അടിക്കാൻ അവന്റെ ചെവിയില് കുരു, അതുകൊണ്ട് അവന് കേൾക്കണില്ല. അവന്റെ ചെവിക്കകത്തെ കുരു പറ്റില്ല. ഒരു പെൺകുട്ടിയാണ്. അടിച്ചാൽ പോലും എനിക്ക് കംപ്ലൈന്റ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ചെറുക്കനെ വിട്ടിട്ട് എന്നെ ഇങ്ങനെ അടിച്ചു. അപ്പൊ അത് ഷൂട്ട് പോരാന്ന് പറഞ്ഞ് വീണ്ടും അടിച്ചു. ആ ചെറുക്കനെ സഹായസ്ഥനാണ് on behalf of the whole class and him. അപ്പം അങ്ങനെ ഷൂട്ടിൽ അടിക്കുന്നു പറഞ്ഞു. ഷൂട്ടിൽ അടിച്ചു. ഞാൻ അവിടെ ചിരിച്ചു നിന്നിട്ടുണ്ട്. കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കംപ്ലൈന്റ് കൊടുക്കാൻ നമ്മൾ ചിരിച്ചിങ്ങനെ നിൽക്കണം. പിന്നെ അതിനുശേഷം ഞാൻ വീട്ടിൽ പറഞ്ഞു, പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞു. പാരന്റ്സ് കംപ്ലൈന്റ് ചെയ്യാൻ റെഡിയാണ്. ഇവിടുത്തെ ഓരോ പാരന്റ്സും സ്റ്റാഫിനെതിരെ കംപ്ലൈന്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ അവർ കംപ്ലൈന്റ് ചെയ്യാത്തത് സ്റ്റുഡൻസ് പറഞ്ഞിട്ടാണ്. ഞാൻ എനിക്ക് അടക്കം പറഞ്ഞു, വേണ്ട ഇവിടെ ഒരു പ്രശ്നമാക്കാൻ വയ്യ. പുള്ളി പ്രാക്ടിക്കൽസ് പൊട്ടിക്കും. പുള്ളി വന്നിരുന്ന് പ്രാക്ടിക്കൽ എക്സാമിന് ഈ നായിന്റെ മക്കളുടെ ഒരു സ്വഭാവമുണ്ട്. ഈ സാറന്മാരായാലും ടീച്ചർമാരായാലും നമുക്ക് അവസാനവന്മാർ CE മാർക്ക് തരത്തില്ല, പ്രാക്ടിക്കലിൽ മുഞ്ചിക്കും, ഇങ്ങനത്തെയൊക്കെ പരിപാടികളുണ്ട്.
നമ്മൾ നേരെ അവന്മാർ പറയുന്ന പോലെ കേട്ട് അടിമയായിട്ട് നിന്നില്ലെങ്കിൽ പ്രാക്ടിക്കലിൽ പണിയരും, സി മാർക്കിലൊക്കെ പണിയരും. അത് പേടിച്ചിട്ടാണ് മിക്ക പിള്ളേരും ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഞാനൊന്നും അങ്ങനെ നിന്നിട്ടില്ല, നിന്ന ചരിത്രവും ഇല്ല. ഈ മാർഗം നിന്റെ അച്ഛനും കൊണ്ടുകൂടെ ആ ഒരു സെറ്റപ്പിലാണ് നിന്നിട്ടുള്ളത്. പിന്നെ ലാസ്റ്റൊക്കെ ഒരു ആക്സിഡന്റ് ആയ സമയത്ത് സഹതാപത്തിന്റെ പേരിൽ സി മാർക്ക് കിട്ടി. അതിനു മുന്നേ ഞാനൊന്നും ആരും മൈൻഡ് ചെയ്യത്തില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. എടാ പഠിക്കണം, സി മാർക്ക് എല്ലാം വേണം. പക്ഷെ തന്തയിലായും ആര് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കുക. അതിന്റെ പേരിൽ നമ്മുടെ വിദ്യാഭ്യാസം അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസമാധാനം എന്നൊരു സാധനം കിട്ടും. അവൻ ആ നാറിയ പരിപാടി കാണിച്ചപ്പോൾ ഞാൻ അന്ന് പ്രതികരിച്ചല്ലോ എന്നുള്ള ഒരു മനസമാധാനം കിട്ടും. അതോടെങ്കിലും ജീവിക്കും. എന്തായാലും ഈ പെൺകുട്ടിക്ക് ബിഗ് സല്യൂട്ട്. ഇപ്പോഴെങ്കിലും മോളെ നീ ഒന്ന് പ്രതികരിച്ചല്ലോ, അത് മതി. വന്നിരിക്കും. പുള്ളി തന്നെ പറയാറുണ്ട് ഐ വിൽ ഫെയിൽ. ഞാൻ കുറെ സ്റ്റുഡൻസിനെ ഫെയിൽ ആക്കിയിട്ടുണ്ട്, പിന്നീട് ഞാൻ അവനെ തന്നെ പാസ് ആക്കിയിട്ടുണ്ട് എന്നൊക്കെ. നമുക്കത് പേടിയാണ്. നമുക്ക് ഇവിടെ ഒരു വർഷം ബാക്ക് ആയി ഒരു എക്സാം കിട്ടി, 2 എക്സാം കിട്ടിയില്ലെങ്കിൽ 6 മാസം നമ്മുടെ പോകും. വീണ്ടും കിട്ടിയില്ലെങ്കിൽ 1 വർഷം പോകും. നമ്മൾ എന്ത് പറയാനാ? ഇന്റേണൽ മാർക്സ് പുള്ളിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ വേറെ ഒരു ടീച്ചേഴ്സും സ്റ്റാഫ് റാഗിങ് എന്ന് പറഞ്ഞാൽ കൂടിയും അവരെല്ലാവരും നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഒരു റിസൾട്ട് കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് സപ്പോർട്ട് ചെയ്യും. കുറെ പേര് നല്ല ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. പക്ഷെ അവരാരും ഈ ഒരു പേരിൽ ക്രൂശിക്കപ്പെടരുതെന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പുള്ളിക്കാരൻ മാത്രമാണ് കളർ പറയുന്നത്. സംഗീത മാമിന് അങ്ങനത്തെ ഒരു കളർ പറയാൻ ഇവ ആര് ഡിനോസറുണ്ടായ പച്ച കളറിലുണ്ടായ നായന്റെ മോനെ ആര് പന്നിക്കുണ്ടായ കാട്ട് ശീമ പന്നിയെ പോലെ ഇരിക്കുന്ന ഇവനൊക്കെ ബോഡി ഷെയ്മിങ് പരട്ട പന്നി നാറി. ഇവനെ ഞാൻ ബോഡി ഷെയ്മ് ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കുറ്റമൊന്നും പറയണ്ടേ. ഇതുപോലത്തെ അവനൊക്കെ പന്നിക്കുണ്ടായ അവൻ എങ്ങും കുടവേറം ചാടിയിരിക്കുന്ന വേട്ടവാളി. ഇവൻ ആരടാ? ഇവൻ എവിടത്തെ ഡോക്ടറാ? വേട്ടവാളിയെ പോങ്ങ കടുക്കാടി മോനെ. നീ ബോഡി ഷെയിം ചെയ്യുന്ന ബോഡി ഷെയിം. നീ തലയിൽ വിഗും വെച്ചിറങ്ങി നീ മറ്റവനായ നീ ആരടാ? വേച്ചാ ഇരിക്കുന്നു നിന്റെ അലുവ പിണ്ടി പോലത്തെ കെണ്ടി. വരെ വന്നിട്ടില്ല. എനിക്ക് പേഴ്സണലി മാമിനെ അറിയാം. മാം ഇതുവരെ കളർ പറഞ്ഞിട്ട് മാമിന് ഒന്നും റേസ് ആവ പോലും ഇല്ല. മാം ഒരിക്കലും അങ്ങനെ അവൻ ആ വോയിസ് മെസ്സേജിൽ സംഗീത മാം കളർ പറഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല. സംഗീത മാം നോക്കി നിന്നു. അത് പുള്ളിക്കാർക്ക് അതേ പറ്റുള്ളൂ. കാരണം പുള്ളി ഈ റാം എന്ന് പറഞ്ഞ ആളെ HOD ആണ്. സംഗീത മാമിന് ഒരിക്കലും HODന്റെ അടുത്ത് സാർ ഇതിങ്ങനെ സംസാരിക്കരുത്, മേ ബി ഉള്ളിൽ ഉണ്ടാവിരിക്കാം, പക്ഷെ സംസാരിക്കരുതെന്ന് പറയാൻ പറ്റില്ല. കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ആ വിളിച്ച പേരുകൾ ഉൾപ്പെടെയുള്ള കംപ്ലൈന്റ് പോയിട്ടുണ്ട്. പക്ഷെ അത് നമുക്കറിയില്ല. ഞാൻ ആ കുട്ടിയുടെ ഒരൊക്കെ സംസാരിച്ചിട്ടുള്ളൂ. ആ കുട്ടീൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു കോളേജൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇല്ല ചേച്ചി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു റാഗിങ് ഉണ്ടോ ചോദിച്ചപ്പോൾ അങ്ങനെ ഞാൻ ഫിസിക്കലി ആരെങ്കിലും തന്നെ ഹേർട്ട് ചെയ്തോ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ഫിസിക്കലി ആരും ഹേർട്ട് ചെയ്തിട്ടില്ല എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ യൂണിയനുള്ള ചെയർമാനും ഞാനും എൻ്റെ ഫ്രണ്ട് കൂടി ചോദിച്ചു എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാം, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തരാം. അപ്പോൾ അവർ വേറെ കൂടി ബുദ്ധിമുട്ട് വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറയാം സാറിൻ്റെ അടുത്ത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു വേണ്ട ചേച്ചി വേണ്ട ചേച്ചി. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ പഠിച്ച് ഡോക്ടർ ആയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇതുപോലത്തെ കടയാടി മക്കൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കണം. ഡോക്ടർ ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു ജീവിത മനുഷ്യനുള്ളൂ, അത് കുറേ ദിവസം കഴിഞ്ഞ് ചത്തുപോകും. പക്ഷെ നമ്മൾ ഡോക്ടർ ആയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഒരു അനീതി നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ട് നമ്മൾ പ്രതികരിക്കാതെ പോയി കഴിഞ്ഞാൽ നാളെ അത് അടുത്ത പിള്ളേരെ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ അത് ഇങ്ങനെ കാലങ്ങളോളം നീണ്ടുപോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ കൺമുന്നിൽ ഒരു അനീതി കണ്ടു കഴിഞ്ഞാൽ, തന്തയില്ലാത്ത പരിപാടി ഏത് തന്തയില്ലാത്തവൻ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കേണ്ട റൈറ്റ് ടൈമിൽ. പിന്നെ നമുക്കൊരു അവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ പ്രതികരിക്കുക. അല്ലാണ്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇതുപോലത്തെ കടയടി റാം അവൻ്റെ മറ്റേ പന്നിക്കുണ്ടായവൻ അവൻ ബോഡി ഷെയിം ചെയ്യാൻ പോയിരിക്കുന്നു. വിക്കും വെച്ച് ഇറങ്ങിയിട്ടുള്ള നാറി ഇവനെയൊക്കെയാണ്. കുട്ടികളെ നിങ്ങൾ പ്രതികരിക്കുക, ശക്തമായിട്ട് ധൈര്യമായിട്ട് വീണ്ടും പ്രതികരിക്കുക. ഇവനെ ഒന്നും വെറുതെ വിടല്ല. സസ്പെൻഷൻ അല്ല, ഡിസ്മിസ് ചെയ്തവനൊക്കെ അകത്തിടണം. അവൻ്റെ ലോൺ ആപ്പിലോട്ട് അവൻ തിരിച്ചു വിടുകയാണ് നേരെ നൈസായിട്ട് ഈ കേസ്. എന്നിട്ട് വേറൊരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെ അത് ഞാൻ അത് ഒന്ന് കൊടുക്കാം. അതായത് എന്തുവാ, ചെക്കൻ 6 മാസം ആയിട്ടേ ഉള്ളൂ കോളേജിൽ എത്തിയിട്ട്. ഇതിനിടയിൽ സ്ത്രീയായി ചമഞ്ഞ് ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ്. ചെക്കൻ തീർപ്പാക്കി വിട്ട് കേസ് തീർപ്പാക്കി വിട്ട് എടപ്പാൾ സ്വദേശി ആയിരുന്നു ഇരകൾ. ഇതിന്റെ പേരിൽ കോളേജിൽ സസ്പെൻഷനിലായിരുന്നു. അതിനുശേഷം ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ പേരിൽ ഓൺലൈൻ ലോൺ എടുത്ത് അടുത്ത വേറെ ഇഷ്യൂ ഇതിന്റെ ഭാഗമായി ഫോൺ മേടിച്ച് ഡിപ്പാർട്ട്മെന്റിൽ വെച്ചപ്പോഴാണ് ഇവൻ ഈ കടുംകൈ ചെയ്തത്. ഒരു നാണയത്തിന്റെ 2 വശവും നോക്കി വേണം വിധി പറയാൻ. ഈ ഫോട്ടോയിൽ കാണുന്ന ലേഡി ഡോക്ടർ അത്രയും നല്ല അധ്യാപികയാണ്. അവരെ പറ്റി ആർക്കും ഒരു പരാതിയുമില്ല. തികച്ചും വിഷാദ രോഗിയായ അവരെ ചെയ്താൽ അത് അടുത്ത TRP ന്യൂസ് ആവും. അത്ര തന്നെ. അവിടെയുള്ള വിദ്യാർത്ഥികളുടെ അഭിപ്രായം കൂടി ചോദിക്കുക. പോലീസ് അന്വേഷണം നടത്തി സത്യം പുറത്തുവിട്ടെ. പോലീസ് അന്വേഷണം നടത്തണം, സത്യം പുറത്തു വരണം. എന്തായാലും അവിടുത്തെ വിദ്യാർത്ഥികളെ കള്ളം പറയത്തില്ല. കാരണം വിദ്യാർത്ഥികൾ എടുത്തു പറയുന്നുണ്ട് ബോഡി ഷെയ്മിങ്, ജാതിയുടെയും നിറത്തിന്റെയും പേരിലൊക്കെ ഉള്ള ഓരോ കളിയാക്കലുകളും പരിഹാസങ്ങളും. ഈ ശീമ പന്നിക്ക് ഉണ്ടാകാൻ എന്താ അർഹത ഇരിക്കുന്നു ബോഡി ഷെയിം ചെയ്യാനായിട്ട്? വെറുതെ ഇവിടെ അല്ലേ ഈ
പറയുന്ന നിതിൻ രാജ് എന്ന് പറയുന്നവന്റെ ആ ഒരു ജീവൻ പോയത് ഇനി ഒരു പിള്ളേർക്കും അവിടെ ഒരു വിഷയം വരരുത്. അതിനു വേണ്ടിയിട്ടുള്ള തിരിച്ചടി തന്നെ ആയിരിക്കണം. റാഗിങ് എന്തുപാടാ ഇത്? എന്തുവാ നടക്കുന്നത്? ഒരുത്തിയെ വെറുതെ വിടല്ല. അവിടെ ഉള്ള അധ്യാപകനും കോപ്പൂക്ക് മാന്യമായിട്ടുള്ളവരെ മാന്യമായിട്ട് ഡീൽ ചെയ്യണം. അല്ലാത്ത ഒറ്റ എണ്ണത്തിനെ വെറുതെ വിടല്ല. കടക്കാടി മക്കളെ എല്ലാത്തിനും പൂട്ടിക്കെട്ടണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ്.